2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ടൈംസ് നൗ ഇ.ടി.ജി റിസർച്ച് നടത്തിയ സർവേയിൽ അമ്പരപ്പിക്കുന്ന ഫലങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യത്തിന് 400 സീറ്റുകൾ നേടുകയെന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും സർവേ പ്രകാരം വീണ്ടും ബി.ജെ.പി ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുന്നതിൽ വിജയിക്കും. ഭരണകക്ഷിയായ എൻ.ഡി.എ സഖ്യത്തിന് 400 സീറ്റുകൾ നേടുകയെന്ന പ്രധാനമന്ത്രി മോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക പ്രയാസമാണെന്നും സർവേ വെളിപ്പെടുത്തുന്നു. ടൈംസ് നൗ ഇ.ടി.ജി റിസർച്ച് സർവേയിൽ ബി.ജെ.പിക്ക് 333 മുതൽ 363 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിന് 200ഓളം സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നും സർവേ പറയുന്നു. ഈ രണ്ട് സഖ്യങ്ങൾക്കും പുറമെ വൈ.എസ്.ആർ കോൺഗ്രസ് പാർട്ടിക്ക് 21 മുതൽ 22 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിന് 10 മുതൽ 11 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11 മുതൽ 15 സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും സ്വതന്ത്ര എം.എൽ.എമാർക്കും ലഭിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റുകൾ പ്രതീക്ഷിച്ചത്ര വർദ്ധിക്കില്ലെന്നാണ് സർവേ പറയുന്നത്. അങ്ങനെയെങ്കിൽ സർവേയിൽ 400ന് പുറത്ത് വരേണ്ടതാണ്. കോൺഗ്രസിന് 28 മുതൽ 48 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ഡി.എം.കെ 24 മുതൽ 28 സീറ്റുകൾ വരെ നേടിയേക്കും. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 17 മുതൽ 21 സീറ്റുകൾ വരെ ലഭിക്കും. ആം ആദ്മി പാർട്ടിക്ക് ആദ്യമായി 5 സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബി.ജെ.പിക്ക് 370 സീറ്റുകളെങ്കിലും നേടിയാൽ മാത്രമേ 400 എന്ന ലക്ഷ്യം പൂർത്തിയാക്കാനാകൂ. എന്നാൽ സർവേയിൽ പരമാവധി 363 സീറ്റുകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 400 കടക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. CAA നടപ്പിലാക്കിയതിലൂടെ സീറ്റുകൾ ഇനിയും കുറയാനാണ് സാധ്യത.